സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ബ്ലൂബെറി ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെറിയ മോൾഡായതുകൊണ്ട് ഒരു 15 ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മോൾഡ് വലുതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ബിസ്ക്കറ്റ് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം 50 ഗ്രാം ബട്ടർ നന്നായിട്ട് മെൽറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ മോൾഡിൻ്റെ അടിയിൽ നെയ്യ് പുരട്ടിയ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുഴച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെ മിശ്രിതം നമുക്ക് ഇതിനടിയിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ക്രീം ചീസാണ്. ഞാനിവിടെ 100 ഗ്രാം ക്രീം ചീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജെലാറ്റിൻ കുതിർത്തത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. പകരം നമുക്ക് ചൈന ഗ്രാസ് ഉപയോഗിക്കാം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ശേഷം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ഇത് 2 പോർഷനാക്കിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ ബിസ്ക്കറ്റ് കൂട്ട് ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടിയിട്ടുള്ള കൂട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മാറ്റി വച്ചിരിക്കുന്ന രണ്ടാമത്തെ പോർഷനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബേക്കറികളിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രഷായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുകൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ കുതിർത്തതും അതുപോലെ 2 ടേബിൾ സ്പൂൺ ബ്ലൂബെറിയുടെ ക്രഷും വിപ്പിംഗ് ക്രീമും ക്രീം ചീസും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു മിക്സ് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറേശ്ശെ ക്രഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാ കൂട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ബ്ലൂബെറി ക്രഷ് ഒഴിച്ച് നമുക്ക് അലങ്കരിച്ച് എടുക്കാവുന്നതാണ്. ഇതിനി ഒരു 3-4 മണിക്കൂറെങ്കിലും സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്ലൂബെറി ചീസ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റാണ്. ചെറുതായി പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ